السلام عليكم ورحمة الله. الحمد لله الذي خلق الإنسان وعلمه البيان. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فيا أيها الإخوان اتقوا الله عباد الله. وقال جل ثناؤه في القرآن المجيد: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. വേദിയിലുള്ള പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കൾ, സംഘടനാ നേതാക്കൾ, ഏറ്റവും ബഹുമാന്യരായ ഈ പ്രദേശത്തുള്ള സഹോദരി സഹോദരന്മാർ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ മുജാഹിദ് പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടും തങ്ങൾ കടന്നു വരാനുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും അനുഭവങ്ങളെ സംബന്ധിച്ചുമൊക്കെ വളരെ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ട് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഈ സന്ദർഭത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആദർശവും അതിൻ്റെ തനിമയും അതിൻ്റെ കരുത്തും അതിൻ്റെ ഗൗരവതരമായ മേഖലയും ഇപ്പോൾ ഇതിലേക്ക് കടന്നു വന്ന പണ്ഡിതന്മാരുടെ നാവിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്രയും ശക്തമായൊരു പ്രബോധന പ്രവർത്തനം എന്തിനാണ് നമ്മൾ നടത്തുന്നത്? എന്തിനാണ് ഇത്രയധികം വിശാലമായ മേഖലകളിലേക്ക് കടന്നു വന്ന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഏറ്റവും ശക്തമായ മേഖലകൾ ജനങ്ങളുടെ മുന്നിൽ പറയുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള വ്യക്തമായ ഒരു പ്രതിഫലം നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ റബ്ബിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതിന് അള്ളാഹുവിനോട് ഒരു മഅ്ദിറത്ത് ബോധിപ്പിക്കണം. അള്ളാഹുവിനോട്, രക്ഷിതാവേ, ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹുവിനോട് പറയാൻ കഴിയണം. ഞാൻ വളരെ ചുരുക്കി മാത്രം സംസാരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, ഉഹദ് യുദ്ധത്തിന്റെ തലേ ദിവസം രണ്ട് സ്വഹാബികൾ ഒരുമിച്ച് കൂടുകയാണ്. അവർ രണ്ടുപേരും നാളെ നടക്കാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള സംസാരമാണ്. അതിൻ്റെ കൂട്ടത്തിൽ അവസാനം അവർ രണ്ടാളും റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു റബ്ബിനോട് ദുആ ചെയ്യുന്നു: അല്ലാഹുവേ, നാളെ നടക്കാൻ പോകുന്ന ഉഹദ് യുദ്ധത്തിൽ
എനിക്ക് ശക്തനായ ഒരു എതിരാളിയെ തരണേ അല്ലാ. നാളെ നടക്കാൻ പോകുന്ന ഉഹദ് യുദ്ധത്തിൽ എനിക്ക് ശക്തനായ ഒരു എതിരാളിയെ തരണം. ഞാൻ ആ എതിരാളിയുമായി ഘോരഘോരം യുദ്ധം ചെയ്യണം. അവസാനം നിന്റെ മാർഗത്തിന് വേണ്ടി എനിക്ക് ആ ശത്രുവിനെ വിട്ടുവീഴ്ത്താൻ എനിക്ക് നീ സഹായം നൽകണേ അല്ലാ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ, വളരെ ഗൗരവതരമായി നമ്മൾ ആലോചിക്കണം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന കഴിയുന്നു. അതാ രണ്ടാമത്തെ ആൾ റബ്ബിനോട് ദുആ ചെയ്യുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅ്ശ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ഇറക്കുന്നു. റബ്ബേ, നാളെ നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ എനിക്കും ശക്തനായ ഒരു എതിരാളിയെ നൽകണേ അല്ലാ. ആ എതിരാളിയുമായി ഞാൻ ഘോരഘോരം യുദ്ധം ചെയ്യണം. അവസാനം ആ എതിരാളി എന്നെ കൊലപ്പെടുത്തണേ അല്ലാ. മാത്രമല്ല, അയാളെന്റെ കാതും എൻ്റെ മൂക്കുമല്ല, എൻ്റെ അവയവങ്ങൾ ഛേദിച്ചെടുക്കണേ അല്ലാ. സുബ്ഹാനല്ലാഹ്. ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു കരയുന്നു. അബ്ദുല്ലാഹി ഇബ്നു ജഅ്ശ് റളിയല്ലാഹു അൻഹു റബ്ബിനോട് പറയുന്നു, അല്ലാ, എന്തിനാണ് ഞാൻ ഇങ്ങനെ ദുആ ചെയ്തതെന്നറിയുമോ? നാളെ എല്ലാവരും മരണപ്പെട്ട് നാളെ മഹ്ശറയിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുമ്പോൾ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ, നാഥാ, നീ ഞങ്ങളോട് ചോദിക്കുമല്ലോ, എന്നോട് നീ ചോദിക്കും, അബ്ദുല്ലാ, നിനക്ക് ഞാൻ ആയുസ് തന്നിട്ടുണ്ട്, നിനക്ക് ഞാൻ ആരോഗ്യം തന്നിട്ടുണ്ട്, അതുപോലെ നിനക്ക് ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാനുള്ള ആയുധ പാടവം നിനക്ക് ഞാൻ നൽകിയ അനുഗ്രഹമാണ്. എന്തു ചെയ്തു അബ്ദുല്ലാ എന്ന് റബ്ബേ നീ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കൊന്ന് പറയാമല്ലോ അല്ലാ. ഞാൻ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു, അവസാനം വരെ പൊരുതി അല്ലാ. അവസാനം ശത്രു എന്നെ കൊലപ്പെടുത്തി, എൻ്റെ അവയവങ്ങളൊക്കെ ഛേദിച്ചു എടുത്തു അല്ലാ. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉഹദ് യുദ്ധം നടന്നു. ഉഹദ് യുദ്ധം അവസാനിച്ചു. 70ഓളം സ്വഹാബികൾ കൊല്ലപ്പെടുകയാണ്. മരണപ്പെട്ട ഷഹീദാക്കപ്പെട്ട സ്വഹാബത്തിന്റെ ആ മയ്യിത്തുകൾ പരിശോധിക്കുന്ന സമയത്തതാ നേരത്തെ പറഞ്ഞ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തലേന്ന് രാത്രി ദുആ ചെയ്ത അബ്ദുല്ലാഹി ഇബ്നു ജഅ്ശിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. റബ്ബ് സ്വീകരിച്ചു. അതാ യുദ്ധക്കളത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു, അവയവങ്ങൾ ഛേദിക്കപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ചെവിയും മൂക്കുമല്ല അതാ ഉഹദിന്റെ താഴ്വാരത്തിൽ ഒരു മരത്തിന്റെ ചില്ലയിൽ നൂലിൽ കോർത്ത് കെട്ടിയിരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നു. പ്രിയപ്പെട്ട മുസ്ലിമേ, അറിയണേ പ്രിയപ്പെട്ട സഹോദര, നാളെ റബ്ബ് പിടിച്ചു നിർത്തുമ്പോൾ പറയാൻ എന്തെങ്കിലും കയ്യിലുണ്ടോ? റബ്ബിനോട് പറയാൻ എന്തെങ്കിലും നമ്മളെ കയ്യിലുണ്ടോ? പരിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചു ജീവിക്കണേ, അല്ലാഹുവിൽ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കണേ. വൽതൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തെ ജീവിതത്തിന് വേണ്ടി എന്ത് തയ്യാർ ചെയ്തിരിക്കുന്നു എന്ന് ഓരോ ദേഹവും ചിന്തിക്കട്ടെ, ഓരോ ദേഹവും ആലോചിക്കട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ,
60 വയസ്സുകാലം ഇവിടെ ജീവിച്ചിട്ട്, 70 വയസ്സുകാലം ഇവിടെ ജീവിച്ചിട്ട്, 80 വയസ്സുകാലം ഇവിടെ ജീവിച്ചിട്ട്, റബ്ബ് തന്ന വായു ശ്വസിച്ച്, റബ്ബ് തന്ന ഭക്ഷണം കഴിച്ച്, റബ്ബ് തന്ന വെള്ളം കുടിച്ച്, റബ്ബ് തന്ന ആരോഗ്യത്തോടെ കഴിഞ്ഞുകൂടിയോ മനുഷ്യ, റബ്ബ് നാളെ ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് പറയാനുള്ളത്? നാഥാ, നിന്റെ ദീനിന് വേണ്ടി ഞാൻ ഇങ്ങനെ പണിയെടുത്തിട്ടുണ്ട്. അറിയുമോ പ്രിയപ്പെട്ട സഹോദരാ, ഞാൻ ഓർത്തു പോവുകയാണ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട എം മുഹമ്മദ് മൗലവിയാണ്. മുഹമ്മദ് മദനി അവറുകളാണല്ലോ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നതല്ല. നമ്മുടെ കൂട്ടത്തിൽ വേറെ ആരെങ്കിലുമാണെങ്കിൽ അതെ, ഒരുപക്ഷെ നമ്മൾ തന്നെ വാർദ്ധക്യ സഹജമായ വല്ല പ്രയാസങ്ങളോ ശാരീരികമായ വല്ല പ്രയാസങ്ങളോ അതുണ്ടെങ്കിൽ പിന്നെ പുറത്തിറങ്ങുമോ? അതാ ഈ കെട്ടിടത്തിന്റെ താഴേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ട് പറഞ്ഞത്, ഒന്ന് പിടിക്കാതിറങ്ങിയാൽ വീണുപോകും, വല്ലാതെ ചവിട്ടിയാഴങ്ങ് വീണുപോകുമെന്ന് പറഞ്ഞത് ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് മദനിയാണ്. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, പ്രിയപ്പെട്ട മുജാഹിദേ, ഈ സന്ദർഭം മുഴുവനും അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ഓടി നടന്ന് പണിയെടുക്കുമ്പോൾ അതാളുകളുടെ മുന്നിൽ വലിയ ആളാകാനല്ല, ഞാൻ വലിയ നേതാവാണെന്ന് പറയാനല്ല, മറിച്ച് റബ്ബിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് റബ്ബിൻ്റെ അടുത്തുനിന്ന് കിട്ടണ്ടേ, എന്തെങ്കിലും ഒരു പ്രതിഫലം അല്ലാഹുവിൻ്റെ അടുത്തുനിന്ന് കിട്ടണ്ടേ, ഈ ഒരു ചിന്തയാണ് അത്രയും സമയം വരെ ഈ സന്ദർഭത്തിലും ഓടി നടക്കാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഖുർആൻ തുടർന്ന് പറയുകയാണ്, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ് فأنساهم أنفسهم أولئك هم الفاسقون. ولا تكونوا നിങ്ങളാകരുത് കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറന്നുപോയ, അല്ലാഹുവിനെ വിസ്മരിച്ച, അല്ലാഹുവിനെ അകന്ന കോടിയിലേക്ക് തള്ളിക്കളഞ്ഞവരെ പോലെ നിങ്ങളാകല്ലേ. അങ്ങനെ വന്നാൽ അവർക്ക് അവരുടെ ദേഹങ്ങൾ തന്നെ അല്ലാഹ് മറപ്പിച്ചു കളയും. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഓ എൻ്റെ മുജാഹിദുകളെ, അതാ മദ്രസയിൽ പഠിപ്പിക്കുന്ന കാലം മുതൽ, കേരള നദ്വത്തുൽ മുജാഹിദീനിന്റെ മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ പ്രാർത്ഥനകൾ പഠിക്കുന്നവരാണ് നമ്മൾ. എല്ലാ സന്ദർഭത്തിലും പ്രാർത്ഥന ലോകത്തിന് ബോധ്യപ്പെടുത്തിയവരാണ് നമ്മൾ. കേരളത്തിലതാ പ്രാർത്ഥനകൾ പ്രകീർത്തനങ്ങൾ എന്ന പുസ്തകം എഴുതി അതേയോടൊപ്പം തന്നെ അത് ഫ്രീയായി വിതരണം ചെയ്ത് ജനങ്ങൾക്കിടയിൽ പ്രാർത്ഥന പഠിപ്പിച്ചവരാണ്. ബാത്റൂമിലേക്ക് കടക്കുമ്പോഴുള്ള പ്രാർത്ഥന അതിൻ്റെ ഇപ്പുറത്ത് അതാ എഴുതി വെക്കാൻ നമ്മുടെ പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരുകയാണ്. അതേ കിടക്കുന്നിടത്ത് കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു തന്നവരാണ്. ഇങ്ങനെ 100 കണക്കിന് പ്രാർത്ഥന പഠിപ്പിച്ചത് എന്തിനാണെന്നറിയോ? ജീവിതത്തിൽ ഒരിക്കലും ഒരു സന്ദർഭത്തിലും തന്നെ സൃഷ്ടിച്ച നാഥനായ, തനിക്ക് അന്നം നൽകുന്ന, തനിക്കെല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന നാഥനെ മറന്നുകൂടാ. അതുകൊണ്ട് തന്നെ കൃത്യമായി നിലനിൽക്കണം. അല്ലാഹുവിനെ എപ്പോഴും ഓർക്കാൻ. ഞാനൊരു 1-2 കാര്യങ്ങൾ ആ സന്ദർഭത്തിൽ ഒന്ന് പറയുകയാണ്. അതാ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. ളുഹാ വരെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ഒറ്റടിക്ക് കിട്ടാൻ ഒരു പ്രാർത്ഥന ഹബീബ് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുന്നു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി.
ഹബീബ് പഠിപ്പിച്ച പ്രാർത്ഥന റബ്ബിനെ ഓർക്കാനാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ ജീവിതത്തിൽ നിലനിൽക്കാനാണ്. മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരാ, എന്തിനാണ് പലതിനെയും പേടിച്ചോടുന്നത്? എന്തിനാണ് പലതിനെ കുറിച്ചുമുള്ള ഭയം നമ്മളെ വേട്ടയാടുന്നത്? വേണ്ട വേണ്ട, പ്രൊട്ടക്ഷൻ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങ് പഠിപ്പിച്ചു തരികയാണ്. സുബഹി കഴിഞ്ഞ ഉമ്മമാരെ പറയാൻ റസൂലുള്ള പഠിപ്പിക്കുന്നു, സുബഹി കഴിഞ്ഞ ഉപ്പമാരെ ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. അത് നമ്മളെ പണ്ഡിതന്മാര് നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞു തന്നു. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. ഈ പ്രാർത്ഥന മറക്കരുതെന്ന് റസൂലുള്ള പഠിപ്പിച്ചു. നമ്മുടെ പണ്ഡിതന്മാരത് നമ്മളെ പഠിപ്പിച്ചു തന്നു. മുജാഹിദുകൾക്ക് അതുകൊണ്ട് തന്നെ യാതൊരു പ്രയാസവുമില്ല, മുജാഹിദുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അതുകൊണ്ടില്ല. എന്തേ? ഈ പ്രാർത്ഥന കൃത്യമായി കൊണ്ടു നടക്കുന്നവരാണവർ. എന്തുകൊണ്ട്? ജീവിതത്തിൽ ഒരിക്കൽ പോലും റബ്ബിനെ മറന്നു പോകാതിരിക്കാൻ, ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹുവിനെ മറന്നു പോകാതിരിക്കാൻ ഇത് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നു പണ്ഡിതന്മാർ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നതാ ഇത് വ്യക്തമായി പഠിപ്പിച്ചു തന്നത് എന്തിനാണെന്നറിയോ? ഇന്ന് പ്രിയപ്പെട്ട ഉമ്മമാര് ശ്രദ്ധിക്കണേ, സഹോദരന്മാര് ശ്രദ്ധിക്കണേ. ഇന്ന് വല്ലാതെ മാലിന്യങ്ങൾ അധികരിക്കുന്ന കാലമാണ്. ഈ കാലഘട്ടത്തിൽ വാട്സപ്പിന്റെയും അതുപോലെ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലൂടെ കറങ്ങി നടക്കുമ്പോൾ, കളവുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുമ്പോൾ, തോന്നിവാസങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ, വൃത്തികേടുകളിലൂടെ കടന്നു പോകുമ്പോൾ, എടാ മോനെ, വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയാണ്. റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ നിന്നിൽ കൃത്യമായി നിലനിൽക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ ഒരു സംഭവം പറയുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതാ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രയിലാണ്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഒരു മലഞ്ചെരുവിന്റെ ഭാഗത്തെത്തുമ്പോൾ അതാ മലയുടെ മുകളിൽ നിന്ന് കുറച്ചാട്ടിൻ പറ്റങ്ങളെയുമായി ഒരു ആട്ടിടയ ബാലൻ ഇറങ്ങി വരികയാണ്. ആട്ടിടയ ബാലൻ ഇറങ്ങി വരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമറും കൂടെയുള്ള എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആണ്. രണ്ടുപേരും കൂടി ആട്ടിടയ ബാലന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, മോനെ, ബിഅ്നി ശാതാ, ഒരാടിനെ എനിക്ക് വിൽക്കുമോ പൊന്നുമോനെ? ഞാൻ നിനക്കതിൻ്റെ വില തരാമെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഉടനെ ആ കുട്ടി പറഞ്ഞു, സഹോദരാ, ഇത് വിൽക്കാനുള്ള അവകാശം എനിക്കില്ല. കാരണം ഞാനൊരടിമയാണ്, ഇത് നോക്കാൻ മാത്രമാണ് എന്നെ ഏൽപ്പിച്ചത്. ഉടനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ പൊന്നുമോനെ ഒന്ന് പരീക്ഷിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, മോനെ, നീ വൈകുന്നേരം യജമാനന്റെ അടുത്ത് ചെല്ലുമ്പോൾ യജമാനൻ ആടുകളെല്ലാം എണ്ണി നോക്കുന്ന സമയത്ത് ഒരാട് കുറവ് കണ്ടാൽ നീ യജമാനനോട് പറയണം, ആ ആടിനെ ചെന്നായ തിന്നുകൊണ്ട് പോയി, ആ ആടിനെ ചെന്നായ പിടിച്ചു പോയതാണെന്ന് പറഞ്ഞാൽ പോരെ. പിന്നെ യജമാനൻ നിന്നെ ഉപദ്രവിക്കില്ലല്ലോ, നിന്നെ കളവാക്കില്ലല്ലോ. പക്ഷേ ആ കുട്ടിയതാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, സഹോദരാ, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ യജമാനനോട് പോയി പറയാം. പക്ഷേ അപ്പോൾ അല്ല എവിടെയാണ്? ഞാൻ ഈ ചെയ്യുന്ന കുതന്ത്രം അല്ല കാണുന്നില്ലേ? ഞാൻ ഈ ചെയ്യുന്ന വൃത്തികേട് അല്ല അറിയുന്നില്ലേ? ഞാൻ ഈ ചെയ്യുന്ന തന്ത്രപ്രവർത്തനം അല്ലാഹു അറിയും. അവൻ എന്നെ പിടിക്കും. നാളെ റബ്ബിന്റെ അടുത്ത് എന്നോട് ചോദിക്കും. ആ പേജാറിലെ പൊന്നുമോൻ ഇങ്ങനെ പറയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ കരയുന്നു. മഹാനവറുകളും അറിയാതെ പറഞ്ഞു, ഫൈനല്ലാഹ്
അപ്പോൾ അല്ല എവിടെയാണ്? അല്ല എവിടെയാണ്? ആ ആട്ടിടയ ബാലനെ മോചിപ്പിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. ഓ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാൻ പറയുകയാണ്, വളരെ ഗൗരവത്തോടെ കാണണേ. ഈ കാലഘട്ടം വല്ലാതെ ദുഷിക്കുകയാണ്. എത്രയോ മോശമായ പ്രവർത്തനങ്ങളിലൂടെ ചെറുപ്പക്കാര് സഞ്ചരിക്കുന്ന കാലമാണ്. പൊന്നുമ്മമാരെ, മക്കളെ MSMലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തണേ. അതേ യുവാക്കളെ ISMമായി ബന്ധപ്പെടുത്തണേ. ജീവിതത്തിന്റെ കൃത്യമായ നിലവാരം കാത്തു സൂക്ഷിക്കാൻ, റബ്ബിനെ വ്യക്തമായി മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ ഇത് ഏറ്റവും നല്ല പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി നമ്മൾ അറിയണം, ദുനിയാവിൽ നിന്ന് ഈ ഭൂമി ലോകത്തെ റബ്ബ് നമുക്ക് നിശ്ചയിച്ച ചെറിയ ആയുസ് അവസാനിക്കുമ്പോൾ, അതാ മലക്കുൽ മൗത്ത് വന്ന് നമ്മളെ അങ്ങ് പിടിക്കുമ്പോൾ ആ മരണത്തോടെ ദുനിയാവുമായുള്ള ബന്ധം തീരുകയാണ്. പിന്നെ ഓ ഉപ്പാ നീ ഒറ്റക്കാണ്, ഓ സഹോദരാ നീ ഒറ്റക്കാണ്, പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെല്ലാവരും ഒറ്റക്കാണ്. ഫർദൽ ഫർദാ, നാളെ രക്ഷിതാവിന്റെ മുന്നിൽ ഒറ്റക്കാണ്. കൂട്ടുകാരില്ല, കുടുംബക്കാരില്ല, ബന്ധുമിത്രാദികളില്ല, അതുപോലെ നമുക്ക് വേണ്ടി വാദിക്കാൻ ആളുകളില്ല. ആ സന്ദർഭത്തെക്കുറിച്ച് ശരിക്ക് ചിന്തിക്കണേ. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ താൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഏറ്റവും ശരിയായ മേഖലകൾ തിരിച്ചറിയാൽ അവിടെ വെച്ച് കൈകടിച്ചിട്ട് കാര്യമില്ല. ഖുർആൻ അതാ പറയുന്നു, യൗമ യഅദ്ദുല്ലാലിമു അലാ യദൈ, അതാ അക്രമി വിരൽ കടിക്കുന്ന ദിവസമാണ്. നദിമൽ ബുഗാതു വലാ തസാതമന്ദമി, കുറ്റവാളികൾ, കുറ്റം ചെയ്തു പോയ ആളുകൾ അവിടെ വെച്ചതാ ഖേദപ്രകടനം നടത്തുകയാണ്. വേണ്ടായിരുന്നു, എന്തിനാണ് ഞാൻ അതിൻ്റെ പിന്നാലെ പോയത്, എന്തിനാണ് ഞാൻ അതങ്ങനെ വാദിച്ചു കളഞ്ഞത്, എന്തിനാണ് ഞാൻ ഇപ്രകാരം പ്രവർത്തിച്ചു പോയത്, വേണ്ടായിരുന്നു 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 എന്ന ചിന്ത വരുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് റബ്ബിന് വേണ്ടി അടിയുറച്ച് നിൽക്കുന്നവരാകണം. ഞാൻ എൻ്റെ ഉമ്മമാർക്ക് വേണ്ടി ഒരു സംഭവം പറയുകയാണ്. അതാ ബദർ യുദ്ധത്തിലേക്ക് പുറപ്പെടുമ്പോൾ 300-ൽ ചില്ലുവാനം ആളുകളാണല്ലോ ബദറിൽ പോരാടിയത്. അതിൽ ഒരു സഹാബിയാണ് ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു. എൻ്റെ ചെറുപ്പക്കാരും ശ്രദ്ധിച്ചോ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ട, ദീനുമില്ലാത്ത, അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധമില്ലാത്ത നൂറുകണക്കിന് വിഷയങ്ങളിലേക്ക് ദൈനംദിനം സഞ്ചരിക്കുന്ന ചെറുപ്പക്കാരാ, വളരെ ഗൗരവത്തോടെ നീ അറിയണം. അതാ ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു മഹാനവർകൾ ബദർ യുദ്ധത്തിലേക്ക് പോയ ആളാണ്. അവിടെ വെച്ച് കൊല്ലപ്പെടുകയാണ്. ബദർ യുദ്ധം കഴിഞ്ഞ് സ്വഹാബികളൊക്കെ തിരിച്ചു വരുമ്പോൾ ഓരോ ആളുകളെയും എതിരേൽക്കാൻ ഒരു പുരുഷാരം തന്നെ അതാ മദീനയുടെ അതിർത്തി പ്രദേശത്ത് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും വന്നോ മദീനയുടെ ഉള്ളിലേക്ക് കയറി. സുബ്ഹാനല്ലാഹ്, അവിടെ അതാ ഒരു ഈത്തപ്പനയുടെ ചുവട്ടിൽ ഒരു ഉമ്മ ദൂരേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. തൻ്റെ മകൻ ഹാരിസിനെ കണ്ടില്ലല്ലോ, തൻ്റെ മോൻ ഹാരിസിനെ കണ്ടില്ലല്ലോ. കുറേ സമയം അവിടെ നിന്ന് പിന്നെ അതാ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വീട്ടിൽ പോയിരിക്കുന്ന ഉമ്മ അവിടെ നിന്ന് കരയുകയാണ്, മകനെ കാണാത്ത ദുഃഖത്താൽ. എൻ്റെ പൊന്നുമോൻ എന്ത് സംഭവിച്ചെന്നറിയില്ലല്ലോ. വല്ലാതെ കണ്ണീർ വാർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്നു റസൂലുള്ളാന്റെ ദൂതൻ. ആ ഉമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ മകൻ ഹാരിസ് ഉണ്ടല്ലോ, അവൻ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, ശഹീദാക്കപ്പെട്ടു.
സുബ്ഹാനല്ലാഹ്. ആ ഉമ്മ കരയാൻ തുടങ്ങുകയാണ്. വീണ്ടും വീണ്ടും കരയുന്നു. പിന്നെ ആ ഉമ്മ അവിടെ ഇരുന്നില്ല. നടക്കാൻ പ്രയാസമുണ്ടായിട്ടും അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. റസൂലുള്ളാന്റെ ഹളറത്തിലേക്ക് ഹബീബിന്റെ ചാരത്ത് ചെന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ആ ഉമ്മ ചോദിച്ച ചോദ്യം എൻ്റെ പൊന്നുമ്മമാരെ നിങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ആ ഉമ്മ ചോദിക്കുന്നു, നബിയേ, എൻ്റെ പുന്നാരമകൻ ഹാരിസ് ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം എനിക്ക് കിട്ടി. എനിക്കൊരു കാര്യം അറിയണം നബിയേ. ഈ ഉമ്മ ഇനി കരയാതിരിക്കണമെങ്കിൽ എൻ്റെ മകൻ ഹാരിസ് സ്വർഗത്തിലാണോ നബിയേ? എൻ്റെ മകന് സ്വർഗം കിട്ടുമോ നബിയേ? എങ്കിൽ എനിക്ക് കരച്ചിലില്ല, ഞാൻ എൻ്റെ കണ്ണുനീര് തുടക്കാം നബിയേ. അല്ലാഹുവിൻ്റെ ഹബീബ് ആ ഉമ്മയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, യാ ഉമ്മ ഹാരിസ, ഓ ഹാരിസത്തിന്റെ ഉമ്മ, നിങ്ങളുടെ മകന് ഒരു സ്വർഗമല്ല, ഇന്നഹാജിനാ, നിങ്ങളുടെ മകന് ധാരാളം തോട്ടങ്ങളുണ്ട്. ആ മകൻ എൻ്റെ കൂടെ ഫിർദൗസുൽ അലയിലാണ്, എൻ്റെ കൂടെ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുമ്പോൾ തൻ്റെ കണ്ണുനീര് തുടച്ച് ആ ഉമ്മ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലിരുന്നു കൊണ്ട് റബ്ബിനോട് ദുആരക്കുന്നു, അല്ലാ എൻ്റെ പൊന്നുമോൻ ഹാരിസിന് സ്വർഗം കൊടുത്തല്ലോ അല്ലാ, നീ എനിക്കും ഒന്ന് സ്വർഗം തരുന്നേ. ഈ ഉമ്മയെ കൂടി സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കണേ അല്ലാ എന്നതാ ആ ഉമ്മ പ്രാർത്ഥിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട എൻ്റെ മുജാഹിദുകളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ജീവിതത്തിൻ്റെ ലക്ഷ്യമതാണ്. ഇവിടെ എങ്ങനെ ജീവിച്ചാലും, സമ്പന്നതയിലായാലും അതല്ല ദാരിദ്ര്യത്തിലായാലും, ഏതൊക്കെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയാലും നാളെ റബ്ബിൻ്റെ മുന്നിൽ രക്ഷപ്പെടണം. നമുക്ക് ഏത് പ്രവർത്തനങ്ങളും നമുക്കതിനാണ്. ആരെയും തോൽപ്പിക്കാറില്ല, ആരുടെ മുന്നിലും ഞാൻ ജയിച്ചു എന്ന് പറയാറല്ല, മറിച്ച് നാഥന്റെ മുന്നിൽ ജയിക്കണം മോനെ, റബ്ബിന്റെ മുന്നിൽ വിജയിക്കണം മോനെ. അതല്ലാതെ രക്ഷപ്പെടാൻ കാര്യമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ അതാ സത്യവിശ്വാസികളെ കുറിച്ച് പറയുകയാണ്, വയുത്ഇമൂന അത്അമ അലാ ഹബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. അവരതാ ഭക്ഷണത്തോട് പ്രിയമുള്ളപ്പോൾ തന്നെ ഭക്ഷണം കൊടുക്കുകയാണ്. മിസ്കീനും വയതീമൻ വഅസീറാ, അനാഥക്കും അഗതിക്കും ബന്ധനസ്ഥരായ ആളുകൾക്കും ഭക്ഷണം കൊടുക്കുകയാണ്. എന്തിനാണിത് കൊടുത്തതെന്നറിയുമോ? പിറ്റേന്ന് പത്രത്തിൽ ഫോട്ടോ വരാനല്ല, പാവപ്പെട്ടവന്റെ കയ്യിൽ സദഖ വെച്ച് കൊടുക്കുന്നതിന്റെ ഫോട്ടോ കണ്ട് ഞെളിയാനല്ല, അത് ഫ്ലെക്സായി ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ മുന്നിൽ വലിയ ആളാകാനല്ല. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറാ. ഞങ്ങൾ വിശന്നിരിക്കുമ്പോൾ തന്നെ ആ ഭക്ഷണം കഴിക്കാതെ നിങ്ങൾക്ക് ഭക്ഷണം തന്നത് എന്തിനാണെന്നറിയുമോ? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ, അല്ലാഹുവിന്റെ പ്രതിഫലം കിട്ടാനാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറാ. ഒരു നന്ദി വാചകം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഒരു പ്രതിഫലം നിങ്ങളുടെ അടുത്തുനിന്ന് ഞങ്ങൾ പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നില്ല. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. നാളെയതാ എല്ലാ മുഖങ്ങളും ഇറുകിച്ചുളിയുന്ന വല്ലാത്ത പേടിപ്പെടുത്തുന്ന ഭയാനകമായ അവസ്ഥകൾ, പാറിപ്പറക്കുന്ന ശിക്ഷകൾ വരുന്ന ഖിയാമത്തിൽ ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടണം, ഞങ്ങളുടെ ദേഹങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയണം. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. മാന്യ സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, ഇങ്ങനെ ഒരു വിചാരമാണ് നമുക്കുള്ളതെങ്കിൽ, ദുനിയാവിലെ പ്രവർത്തനങ്ങളിൽ ഇതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, റബ്ബ് നമ്മളോട് മറുപടി പറയുകയാണ്, ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ
اليوم ولقاهم نظرة وسرورا. അതാ രക്ഷിതാവ് പറയുകയാണ്, അവരെ നാം അക്കാരണത്താൽ അവരുടെ ശരീരങ്ങളെ അവരെ നാം കാത്തുരക്ഷിക്കുകയാണ്, അവർക്ക് മുഖപ്രസന്നത നൽകുകയാണ്. എല്ലാവരും ബേജാറായി വിഷമത്തോടെ നിൽക്കുമ്പോൾ, വിയർപ്പിൽ മുങ്ങി നിൽക്കുമ്പോൾ അതാ ചിരിക്കുന്ന മുഖം കാണുന്നു, സന്തോഷത്തോടെ വിടർന്ന മുഖം കാണുന്നു. അതാരുടേതാണെന്നറിയുമോ? ദുനിയാവിൽ റബ്ബിന് വേണ്ടി ജീവിച്ച ആളുകളുടേതാണ്, അല്ലാഹുവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളുകളുടേതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരലോകത്ത് രക്ഷപ്പെടാനുള്ള പ്രവർത്തനം നടത്തണം, നാളേക്ക് വേണ്ടി രക്ഷപ്പെടാനുള്ള പ്രവർത്തനം വേണം. ഇവിടെ എന്തെങ്കിലും ജാട കാണിച്ചിട്ട് കാര്യമില്ല, ആളുകളുടെ മുന്നിൽ ഈഗോ കാണിച്ചിട്ട് കാര്യമില്ല. എപ്പോഴും നല്ല വിനയാന്വിതരായി ജീവിക്കണേ, ഏറ്റവും നല്ല വിനയത്തിന്റെ ഉടമകളാകണേ, ഏറ്റവും നല്ല സ്വാത്വികമായ ജീവിതം നയിക്കുന്നവരാകണേ. റബ്ബ് പഠിപ്പിച്ചു തരുന്നത് അതാണ്. അഹങ്കാരം വേണ്ട, അഹങ്കാരത്തിന്റെ ഒരംശം പോലും ഉണ്ടാവരുത് കേട്ടോ. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ وإذا خاطبهم الجاهلون قالوا سلاما. പരമകാരുണികന്റെ അടിമകളതാ ഭൂമിയിലൂടെ വിനയത്തോടെ നടക്കുന്നവരാണ്, അവർ വിനയാന്വിതരാണ്. അവരതാ ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാൽ, വിവരക്കേട് പറഞ്ഞാൽ, അതേ അതൊരു വിട്ട വർത്തമാനം ഇങ്ങോട്ട് പറഞ്ഞാൽ ഖാലൂ സലാമാ, അവരതാ നല്ല രൂപത്തിൽ പ്രതികരിക്കുന്നു. അവർ സലാം പറയുന്നവരാണ്, രക്ഷയുടെ വചനം പറയുന്നവരാണെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെയാണ്. ഇങ്ങോട്ട് തെറി വിളിച്ചാലും അങ്ങോട്ട് തെറിയില്ല, ഇങ്ങോട്ട് ആക്ഷേപിച്ചാലും അങ്ങോട്ട് ആക്ഷേപമില്ല. പറയാൻ അറിയാത്തത് കൊണ്ടാണോ? ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണോ? അല്ല 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 അല്ല. പക്ഷേ റബ്ബ് പഠിപ്പിച്ച വിശ്വാസത്തിനെതിരായത് കൊണ്ടാണ്, അല്ല പഠിപ്പിച്ച ആ പ്രവർത്തനത്തിനെതിരായത് കൊണ്ടാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഗൗരവതരമായ സമീപനം സ്വീകരിക്കണേ. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും വേണ്ടി അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വീട്ടിൽ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ പ്രിയപ്പെട്ട മുജാഹിദുകളെ, നമ്മളുടെ റോൾ മോഡൽ റസൂലുള്ളയാണ്. ആ ഹബീബ് ചെയ്തതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ജിഹാദ് നടത്തുന്നത്. ജിഹാദ് എന്ന് പറഞ്ഞാൽ വാളുകൊണ്ട് യുദ്ധം ചെയ്യലല്ല, നമ്മളതാ പ്രബോധനം എന്ന ജിഹാദ് നടത്തുന്നത് അതിനു വേണ്ടിയാണ്. ഞാൻ പറയട്ടെ, ഹബീബ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരിക്കുകയാണ്. ആ സമയത്തതാ അപ്പുറത്തെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഖാദിം ഒരു പാത്രത്തിൽ പഴങ്ങളുമായി റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. സലാം പറഞ്ഞ ഹബീബിന്റെ കയ്യിലേക്ക് ആ പഴപാത്രം വെച്ചു കൊടുത്തു. ആ പഴം പാത്രം കയ്യിലേക്ക് റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് വെക്കുമ്പോൾ അതാ ആയിഷ ബീവി ഓടി വരികയാണ്. ഒരു കൊടുങ്കാറ്റ് പോലെ ഓടി വന്ന് ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ കയ്യിൽ ആ പാത്രം തട്ടിത്തെറിപ്പിക്കുകയാണ്. പാത്രമതാ വീണു പൊടയുകയാണ്. റസൂലുള്ളാഹിയുടെ വീട്ടിന്റെ ഉള്ളിൽ ആ മൺതരികളിലേക്ക് പഴങ്ങൾ വീഴുകയാണ്. അതിൽ മുഴുവനും മണ്ണ് പറ്റിപ്പിടിക്കുകയാണ്. ഒരക്ഷരം എതിര് പറയുന്നില്ല, ഒരക്ഷരം ആക്ഷേപിക്കുന്നില്ല, ഒരു ശകാരവുമില്ല, ഒരു ഉപദ്രവവുമില്ല. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറഞ്ഞു ഖാദിമിനോട്, അകത്തുനിന്നൊരു പാത്രം ഇങ്ങെടുത്തു കൊണ്ടുവാ.
ആ പാത്രം കൊണ്ടുവന്ന് റസൂലുള്ളാന്റെ അടുത്ത് കൊടുത്തപ്പോൾ അവിടുന്ന് അതാ ആ മണ്ണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദര, ആരാണ് ഈ ഇരിക്കുന്ന ആളെന്നറിയുമോ? ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ചക്രവർത്തിയായ പ്രവാചകൻ, മസ്ജിദുൻ നബവിയിലെ ഖാലിയും ഹാക്കിമുമായ ഇസ്ലാമിലെ സർവ്വസൈനാധിപനായ അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് നിലത്തിരിക്കുന്നു. തെറിച്ചുപോയ പഴങ്ങളോരോന്ന് പെറുക്കിയെടുത്തതിന്റെ പുറത്തെ മണ്ടരികളെല്ലാം തട്ടിക്കുടഞ്ഞ് പാത്രത്തിൽ വെക്കുകയാണ്. അത് കാണുന്നു ആയിഷ ബീവി. താൻ ചെയ്തു പോയ കാര്യമോർത്ത് ആയിഷ ബീവി കരയുകയാണ്. കണ്ണിന്ന് കണ്ണുനീര് വരികയാണ്. റസൂലുള്ള ഒന്നും പ്രതികരിക്കുന്നില്ല. അതിൽ നിന്നൊരു പഴമെടുത്ത് വായിലിട്ട് ചവച്ച് ആ പാത്രമെടുത്ത് ഖാദിമിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അതേ റസൂലുള്ള തിന്നിട്ടുണ്ടെന്ന് ഉമ്മയോട് പറഞ്ഞേക്കണം കേട്ടോ. ഖാദിം ഇറങ്ങിപ്പോകുമ്പോൾ ആയിഷ ബീവിയെ നോക്കിയിട്ടല്ല എൻ്റെ റസൂല് പറഞ്ഞു, ആയിഷ, പൊട്ടിച്ച് കളഞ്ഞ പാത്രത്തിന്റെ ഉത്തരവാദി നീയാണ്. ആ പാത്രം അവൾക്കങ്ങ് വാങ്ങിക്കൊടുത്തേക്കണം കേട്ടോ. സുബ്ഹാനല്ലാഹ്. അതോടെ ആയിഷ ബീവി പൊട്ടിക്കരയുകയാണ്. എന്തൊരു അവിവേകമാണ് റബ്ബേ ഞാൻ എൻ്റെ ഭർത്താവിനോട്, എൻ്റെ പ്രവാചകനോട് ഞാൻ ചെയ്തത്. എന്തൊരു അവിവേകമായി പോയി. ആയിഷ ബീവി പൊട്ടിക്കരയുകയാണ്. ഓ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, അള്ളാന്റെ ഹബീബിന്റെ പ്രവർത്തനം കൊണ്ടോ അപമര്യാദയില്ല, ആക്ഷേപങ്ങളില്ല, വല്ലാത്ത ഉപദ്രവങ്ങളില്ല. അവിടുന്ന് റസൂലുള്ള പഠിപ്പിച്ചു തന്നു, ക്ഷമ വേണം കേട്ടോ. നല്ല ക്ഷമയോടെ നല്ല കുടുംബമായി ജീവിക്കണേ. ഉമ്മമാരെ, അവിടുന്ന് നിങ്ങൾക്കൊരു നിർദ്ദേശമുണ്ട്. ഭർത്താവിനോട് അപമര്യാദയായി പെരുമാറരുത് കേട്ടോ. അപക്വമായ നിലപാട് ഉണ്ടാവരുത് കേട്ടോ. അവിടെ ആ നല്ലൊരു നിലപാടിലേക്ക് വരണമെന്ന് ഇതാ ഈ സംഭവം നമ്മളെ വിളിച്ചറിയിക്കുമ്പോൾ ഈ എടവണ്ണ പ്രദേശത്തു കൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ ഉണർത്തുകയാണ്. ഈ സമൂഹത്തിന്റെ മുന്നിൽ മാതൃകയായി നിൽക്കുന്നവരാണ് മുജാഹിദുകൾ. അവരുടെ വിശ്വാസം മാതൃകയാണ്. കുഫ്രിയത്തില്ലാത്ത ശിർക്കിന്റെ മേഖലകളൊന്നും ലാഞ്ചന കടന്നു വന്നിട്ടില്ലാത്ത ഏറ്റവും സുന്ദരമായ അതേ വിശ്വാസത്തിൽ ഒരൽപ്പം പോലും മോശം വന്നിട്ടില്ല. കർമ്മമേഖലകളിലില്ല. കാരണം എന്തു ചെയ്താലും അത് ഹബീബിന്റെ സുന്നത്തിലുണ്ടോ എന്ന് നോക്കുന്നവരാണ് നമ്മൾ. ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും ഹബീബിന്റെ സുന്നത്ത് എങ്ങനെ, അതങ്ങനെ ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് പ്രിയപ്പെട്ടവരെ, ആരൊക്കെ പിന്നാലെ ഇറങ്ങിപ്പോയാലും, ആരൊക്കെ നമ്മളെ ആക്ഷേപിച്ചാലും, ആരൊക്കെ ഇവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് ഞങ്ങളാണ് ഒറിജിനൽ എന്ന് പറഞ്ഞാലും ശരി, വേണ്ട പ്രിയപ്പെട്ട മുജാഹിദുകളെ, അതാ നമുക്കറിയാം കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങിയ കാലഘട്ടം മുതൽ അതേ റസൂലുള്ള പഠിപ്പിച്ച, സ്വഹാബത്ത് പഠിപ്പിച്ച, താബിഈങ്ങളും തബഉ താബിഈങ്ങളും പഠിപ്പിച്ച സുന്ദരമായ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ് നമ്മളെന്ന വിഷയം നമുക്കറിയാം. അതുകൊണ്ടാണ് എതിർ ആളുകൾ പോലും, നമ്മുടെ പ്രതിപക്ഷം പോലും അതാ മാനിക്കുന്നത് കേന്നമിനെയാണ്. അവർക്ക് മാറ്റം വന്നിട്ടില്ല. അതിൻ്റെ ആളുകളാകാൻ കഴിയുന്നത് തന്നെ അതൊരു വല്ലാത്ത തൗഫീഖ് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് പോയി നിന്നിട്ട് വേറൊരു ഗ്രൂപ്പിൽ പെട്ടുപോയാൽ അതോടെ നിനക്കുള്ള അഡ്രസ് നഷ്ടമാവുകയാണ്. ഈ സ്വാത്വികമായ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുകയാണ്. അതുകൊണ്ട് ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഭിന്നിച്ചു നിൽക്കേണ്ടവരല്ല മുജാഹിദുകൾ. ആദർശത്തിന്റെ മേഖലയിൽ ഏതെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തണം കേട്ടോ. അതേത് വലിയ പണ്ഡിതനാണെങ്കിലും തിരുത്തണം കേട്ടോ. ആ തിരുത്തൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. അത് നല്ല കാര്യമാണ്. വസീലത്ത് ശിർക്ക് കേൾക്കാനില്ല.
ഇങ്ങനെയുള്ള ധാരാളം വിഷയങ്ങളിൽ തിരുത്തൽ നടക്കുന്നുണ്ട്. അടിയും ഇടിയും ചവിട്ടുമൊക്കെ പോയി റുഖിയ ശർഇയ എന്നതിലേക്ക് മാത്രം ഒതുങ്ങുകയാണ്. അതൊക്കെ നല്ല കാര്യമാണ് ഇൻഷാ അല്ലാഹ്, അതൊക്കെ നല്ലതാണ്. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ കേരളത്തിൽ മുജാഹിദുകളെ അങ്ങനെ നല്ല രൂപത്തിലേക്ക് തിരിച്ചു വരണം. ആരുടെ മുന്നിലും തലകുനിക്കാത്ത നമ്മുടെ നേതൃത്വമുണ്ടല്ലോ, അറിയുമോ നിങ്ങൾക്കിതാ കുണ്ടുതോട് വാദപ്രതിവാദത്തിൽ നമ്മുടെ നേതാക്കന്മാർ, ഇവിടുത്തെ വലിയ 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 ശുജാഇകളെന്ന് വിളിക്കപ്പെടുന്ന വലിയ വലിയ ശംസുൽ ഉലമമാർ, അതുപോലെയുള്ള പണ്ഡിതന്മാരുടെ മുന്നിൽ 58 വിഷയങ്ങളതാ ചർച്ച ചെയ്യുന്നു. വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതാൻ ഈ കുണ്ടുതോട് പ്രദേശത്ത് പണ്ഡിതന്മാര് തയ്യാറായെങ്കിൽ അത്രയും വലിയ തലയെടുപ്പ്, ആരുടെ മുന്നിലും തലകുനിക്കാത്ത നേതൃത്വം. എന്തേ മുജാഹിദുകളെ നമുക്ക് തലകുനിക്കേണ്ടി വരുന്നുണ്ടോ? നമ്മുടെ ആദർശത്തിൽ ആളുകൾ കുത്തുന്നുണ്ടോ? എങ്കിൽ സ്വമേധയാ ചിന്തിക്കണം. ഞങ്ങൾക്ക് വല്ല കുഴപ്പവുമുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് തിരുത്തണേ. ഏത് പണ്ഡിതന്മാരാണെങ്കിലും അതേ രൂപത്തിലേക്ക് തിരിച്ചു വന്നാൽ ഉറപ്പാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പോലെ വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ വലാ തഫറഖൂ. അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൗഹീദും പ്രവാചകന്റെ ചര്യയുമാകുന്ന അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിച്ചുകൊണ്ട് ഐക്യത്തോടെ ഒരു ഒത്തൊരുമയോടെ നിലനിൽക്കണേ. ഒരു ഭിന്നിപ്പുമുണ്ടാക്കല്ലേ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആ ഒരു ഫോർമുലയിലേക്ക് തിരിച്ചു വന്നാൽ ഓ പ്രിയപ്പെട്ട മുജാഹിദുകളെ, ഈ എടവണ്ണ പ്രദേശത്ത് മാത്രമല്ല കേരളത്തിലുടനീളം വിപ്ലവകരമായ പരിവർത്തനം, വിപ്ലവകരമായ പടയോട്ടം നടത്താൻ മുജാഹിദുകളെ നമുക്ക് സാധിക്കുകയാണ്. ഇന്നും അൽഹംദുലില്ലാഹ് ആയിരക്കണക്കിന് പരിപാടികൾ കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങൾ ഇളകി മറിയുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ എന്ന ക്യാമ്പയിൻ അൽഹംദുലില്ലാഹ് ആയിരക്കണക്കിന് ആളുകളുടെ അവർക്കതാ അവരുടെ തെറ്റിദ്ധാരണ മാറുകയാണ്. മുജാഹിദുകൾ റസൂലുള്ളാഹിനെ കളിയാക്കുന്നവരാണ്, പരിഹസിക്കുന്നവരാണ്. അതേ കേവലം സാധാരണ മനുഷ്യനായി അതാ താഴ്ത്തിക്കെട്ടുന്നവരാണെന്ന എല്ലാ തെറ്റുധാരണകളെയും മാറ്റാൻ ഈ ക്യാമ്പയിന് സാധിക്കുകയാണ്. അങ്ങനെ നൂറുകണക്കിന് പ്രോഗ്രാമുകൾ കേരളത്തിനകത്തും പുറത്തും നടക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനം ഏറ്റവും ശരിയായ പാതയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മുജാഹിദുകളെ നമുക്ക് റബ്ബിന്റെ മുന്നിൽ അഭിമാനിക്കാം. നാഥാ, ജീവിച്ചിരുന്ന സമയമത്രയും നിന്റെ ആദർശം പ്രബോധനം ചെയ്യുന്ന ആ കൂട്ടായ്മയിൽ ഒരുമിച്ച് നിന്ന് തോളോട് തോളുരുമി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് റബ്ബേ. അതിൽ നിന്നൊക്കെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോയപ്പോഴും ഈ ശരിയായ ആദർശത്തിൽ അടിയുറച്ചു നിന്നിട്ടുണ്ട് അല്ലാ എന്ന് റബ്ബിനോട് പറയാം നമുക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സമ്മേളനം അല്ലാഹുവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലം നൽകുന്ന ഒരു പ്രവർത്തനമായി അതേ ഇവിടെ കൂടിയ നമ്മളെല്ലാവരും റബ്ബിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയവരാണ്. അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടെ ഒരുമിച്ച് കൂടിയവരാണ്. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ അടുത്തുനിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചു വന്നവർക്ക് റബ്ബ് വെറുതെ വിടുകയില്ലല്ലോ. അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലം ലഭിക്കും. അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം പരിപാടികളുമായി മാനസികവും ശാരീരികവുമായി സാമ്പത്തികമായി സഹായിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം സഹായം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ പണ്ഡിതന്മാർ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുരാരോഗ്യ സൗഖ്യം നൽകുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീനിനെ ശക്തമായ രൂപത്തിൽ മുന്നിൽ നിന്ന് നയിക്കാനുള്ള കരുത്തും തൻ്റെ ഇടവും ആദർശത്തിൻ്റെ കരുത്തും അല്ലാഹു അവർക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീനിനെ യാതൊരു പോറലുമേൽക്കാതെ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളുടെ ഈ രോഗം കൊണ്ട് വലയുന്ന ആളുകളുണ്ട്, മാരകമായ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. നമ്മുടെ സജീവ പ്രവർത്തകർ തന്നെ, നമ്മുടെ ജില്ലാ നേതൃത്വത്തിലുള്ള അതുപോലെ മണ്ഡലം നേതൃത്വത്തിലുള്ള പ്രിയപ്പെട്ട ചില സഹോദരന്മാർ
വല്ലാത്ത രോഗികളാണ്. അതേ, അവർ കീമിയോതെറാപ്പി വരെ ചെയ്യുന്ന അത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിയ ആളുകളുണ്ട്. അല്ലാഹു എല്ലാ രോഗങ്ങളും ശിഫയാക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെയും നമ്മളുമായി ബന്ധപ്പെടുന്നവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന നൂറുകണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അല്ലാഹു അവർക്കെല്ലാ സഹായവും അനുഗ്രഹവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീനിനെ കളിയാക്കി ആക്ഷേപിച്ച് തകർക്കാൻ ശ്രമിക്കുന്നവർ, നാഥാ നീയാണ് അത് നേരിടേണ്ടത്. റബ്ബേ, നിന്റെ മതത്തെ സംരക്ഷിക്കാമെന്ന് നീ ഉറപ്പ് നൽകിയതാണല്ലോ അല്ലാ. അവരുടെ കാര്യം ഞങ്ങൾ നിന്നിലേക്ക് വിടുകയാണ് റബ്ബേ. ആരാണെങ്കിലും അവരെ നീ കൈകാര്യം ചെയ്യണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ. നാളെ ഞങ്ങൾ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അതുപോലെ ഖബറിൽ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാ വന്നുപോയ തെറ്റുകുറ്റങ്ങളും ചെറുതും വലുതുമെല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി തരണേ അല്ലാ. തെറ്റുധരിച്ചു പോയ സഹോദരന്മാരുണ്ട്, അല്ലാഹുവേ അവർക്കെല്ലാം സൽബുദ്ധി പ്രദാനം ചെയ്യണേ അല്ലാ. കാര്യങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരാൻ, തെറ്റ് മനസ്സിലാക്കി കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.